ചെയ്ത നന്മകൾക്കും നന്ദി. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ സകല ദാനങ്ങൾക്കും നന്ദി. ഒരു പരാതികളുമില്ലാതെ ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. We are enjoying your presence. ഞങ്ങൾ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി സന്തോഷിക്കുന്നു. Lord, we bless your name. Blessed be the name of the Lord. Blessed be your glorious name. Come on, shout praise. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പാടിയതുപോലെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ അധികാരം നമുക്കല്ല, നമ്മെ നിർമ്മിച്ച നമ്മുടെ ദൈവത്തിനാണ്. അതുകൊണ്ട് ഇയ്യോബിനെ പോലെ അവൻ തന്നു, അവൻ എടുത്തു, അവൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറഞ്ഞതുപോലെ പരാതികളില്ലാത്ത ദൈവം നൽകുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവാൻ, ദൈവം അനുവദിക്കുന്ന ഏത് സാഹചര്യത്തിലൂടെയും അവൻ്റെ കരം പിടിച്ച് നടന്നു നീങ്ങാൻ പക്വത പ്രാപിച്ച ഒരു തലമുറ കർത്താവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ എഴുന്നേൽക്കട്ടെ. അതിൽ ഞാനും നിങ്ങളും ഉണ്ടെന്ന് മറന്നു പോകരുത്. കർത്താവിന് നമ്മെക്കുറിച്ച് വലിയ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഏത് സാഹചര്യത്തിലും പിറുപിറുപ്പില്ലാതെ നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. ആ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ എങ്ങനെ നന്ദി പറയാതിരിക്കാൻ കഴിയും? ആർക്കും തോന്നാത്ത കരുണ അവന് നമ്മോട് തോന്നിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും തോന്നാൻ കഴിയാത്ത ദയ അവന് നമ്മോട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ദൈവത്തെ പോലെ ദീർഘക്ഷമയും മഹാകരുണയുമുള്ള ഒരു ദൈവമില്ല. ആ കരുണയുടെ ബഹുത്വപ്രകാരം അവൻ നമ്മെ നടത്തുന്നതോർത്ത് എത്ര പേർ സ്തുതിക്കും. ആ കരുണയും ദയയും ഒക്കെ അനുഭവിക്കാൻ അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചല്ലോ. നമുക്കൊരു യോഗ്യതയും ഇല്ലെന്ന് നമുക്കറിയാം. യാതൊരു യോഗ്യതയുമില്ലാത്ത നമ്മെ, അയോഗ്യതകൾ മാത്രം ഉയർത്തി കാണിക്കാനുള്ള നമ്മെ തൻ്റെ കരുണയാൽ നിറച്ച്, തൻ്റെ വാത്സല്യം തന്ന് അപ്പൻ മകനെ കരുതുന്നത് പോലെ, അപ്പൻ മകളെ കരുതുന്നത് പോലെ അവൻ നമ്മെ കരുതിയല്ലോ. ആ നല്ല സ്നേഹമോർത്ത്, ആ കാരുണ്യവാനായ കർത്താവിൻ്റെ സ്നേഹമോർത്ത് അവൻ നമ്മെ കരുണാപാത്രങ്ങളാക്കി തീർത്തതോർത്ത് നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീ ആഴിയിൽ എൻ പ്രാണനെ, അണയാതെ കരുണാമയനേ, കരുണാമയനേ, അടിയനീ പൊടിയാണെന്നോർത്തിടണമേ. അലറും നീ ആഴിയിൽ എൻ പ്രാണനെ, അണയാതെ നിന്ദയെന്നും ജീവനാണേ. എൻ ഭയമെല്ലാം മാഞ്ഞു പോയേ. നീ അടിച്ചാലും ആർദ്രമാണേ,
യേശുവേ യേശുവേ കരുണാമയനേ. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കുന്നു. Come on. നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ കരം നമ്മോട് കൂടെയുണ്ട്. നിന്റെ കണ്ണുനീരിനെ തുടച്ചു മാറ്റി, നിന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെ എടുത്തു മാറ്റി, നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് അവൻ ക്ഷണിക്കുകയാണ്. ഇന്ന് രാത്രി അവന് കരം കൊടുക്കുമോ? നിന്നെ രക്ഷിക്കുവാൻ അവൻ നീട്ടുന്ന കരമൊന്ന് പിടിക്കുമോ? He is ready to restore you. കരുണാമയനേ കരുണാമയനേ, ക്രൂശിലെനിക്കായി മരിച്ചവനേ, നിന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. കരുണാമയനേ കരുണാമയനേ. ഞങ്ങൾ അങ്ങേ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് ലോകത്തിൽ മറ്റാരെക്കാൾ അങ്ങേക്ക് അറിയാം. Lord, you know everything. കരുണാമയനേ കരുണാമയനേ, യേശുവേ നീ എൻ്റെ ഉപനിധിയേ, എന്നെ അനിന്യനായി കാത്തിടുന്ന നിൻ സ്നേഹമൊരു ദിവ്യ ജ്വാലയാണേ. കരുണാമയനേ കരുണാമയനേ കരുണാമയനേ. യേശുവേ കരുണാമയനേ. യേശുവേ കരുണാമയനേ. തന്നോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുവാൻ അവൻ നമുക്ക് വേണ്ടി മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി അവൻ നമ്മുടെ അടുക്കലുണ്ട്. പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നാം ബോധ്യമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളിലും നാം തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നത്, നാം തെറ്റിലേക്ക് നയിക്കപ്പെടുന്നത്. സത്യത്തിൽ നമ്മെ വഴി നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെയുണ്ടെന്നുള്ള ബോധ്യം നമുക്കുള്ളപ്പോൾ നമുക്കെങ്ങനെ തെറ്റിലേക്ക് ചലിക്കുവാൻ കഴിയും? എല്ലാ കാര്യത്തിലും ആ കർത്താവിൻ്റെ ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുവാൻ കഴിയുമെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ ലോകത്തിൽ നിങ്ങൾ വിളിച്ചാൽ
ഈ ലോകത്തിലെ ഏതു മനുഷ്യനും കേൾക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വിളി കേട്ട് നിങ്ങൾക്ക് മറുപടി നൽകുവാൻ യേശുവിന് കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ അവനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ തൻ്റെ സാന്നിധ്യം കൊണ്ട് അവൻ നമുക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം ഇനിയെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. തുറന്നു പറയണം. ലോകം കേൾക്കട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾ കേൾക്കട്ടെ, നമ്മുടെ മാതാപിതാക്കൾ കേൾക്കട്ടെ, നമുക്ക് ചുറ്റുമുള്ളവർ കേൾക്കട്ടെ, എന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. ആ സ്നേഹത്തിൻ്റെ ബലം ഭയങ്കരമാണ്. ഈ ലോകത്തിൽ ആർക്കും എന്നെ അങ്ങനെ സ്നേഹിക്കാൻ കഴിയില്ല. എൻ്റെ സകല കുറവുകളും അറിഞ്ഞ് എന്നെ സ്നേഹിക്കുവാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ, ഈ പ്രിയ സ്നേഹിത, അത് ഈ ലോകത്തിൽ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ആ സ്നേഹം അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാം. തുറന്നു പറയണം, ഈ യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയണം. ഈ കർത്താവിനെ പോലെ ആർക്കും സ്നേഹിക്കാൻ കഴിയത്തില്ലെന്ന് പറയണം. ആ സ്നേഹം വളരെ ആഴമുള്ളതാണെന്ന് പറയണം. അത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് വേറെ ആര് പറയും? അതുകൊണ്ട് ചേർന്ന് അതൊന്ന് പറയാൻ സന്തോഷമുള്ളവർ ചേർന്ന് ഹല്ലേലൂയ. Jesus loved us with an everlasting love. യേശു നമ്മെ തന്റെ നിത്യ സ്നേഹത്താൽ സ്നേഹിച്ചു. ഒരിക്കലും തീർന്നു പോകാത്ത സ്നേഹം. അത് അനുഭവിക്കുന്നവരെല്ലാം കരങ്ങളെ ഒന്ന് അടിച്ചു. Come on. Hallelujah. We worship you, God. We thank you, Lord Jesus, for your love. നമ്മൾ പാടിയത് യേശു എന്നെ സ്നേഹിച്ചു, ഞാനും അവനെ സ്നേഹിച്ചു. പക്ഷെ ഇത് നമ്മൾ പാടി വിടാനുള്ളതല്ല. ഹൃദയത്തിൽ നിന്ന് ഇന്ന് നമ്മൾ പറയണം, യേശുവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ ഒന്ന് രുചിച്ചറിയുവാൻ അവൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയ ഈ നല്ല ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കുകയാണ്. പലപ്പോഴും യേശുവിൻ്റെ സ്നേഹം നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു കാര്യം, യേശുവിനെ തിരിച്ച് സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ നാം കടന്നു വരാറുണ്ട്, അല്ലെ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ നമ്മുടെ തിരക്കിനിടയിൽ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് പലപ്പോഴും കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ, നമ്മോട് കൂടെ സദാസമയം നമ്മുടെ ഒരു സുഹൃത്ത് എന്നതുപോലെ നമ്മോട് കൂടെ വസിക്കുന്നവനാണ്, നമ്മിൽ വസിക്കുന്നവനാണ് നാം ആരാധിക്കുന്ന ദൈവം. പക്ഷെ പലപ്പോഴും ആ ബോധ്യം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. കർത്താവിനോടുള്ള സംസാരമാണ് പ്രാർത്ഥന എന്ന് നമുക്ക് പലർക്കും അറിയാം. പക്ഷേ ആ സംസാരം കേവലം രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുന്നതിന് മുൻപും ആയി മാത്രം ചുരുങ്ങിയിരിക്കുകയാണ്. ഇന്നിത് ഞാൻ പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഇത് നിങ്ങളെ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, മറിച്ച് കർത്താവിന് വേണ്ടി ഒന്നുകൂടി അവൈലബിൾ ആകാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ പാടിയതുപോലെ, യേശുവേ, അങ്ങെന്നെ സ്നേഹിച്ചു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ഇതേ ചോദ്യം പത്രോസിനോട് ചോദിക്കുകയാണ്. നീ എന്നെ സ്നേഹിക്കുന്നു? ആ ചോദ്യം യേശു വീണ്ടും 2 തവണ കൂടി ആവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. ആദ്യത്തെ 2 ചോദ്യത്തിനും വലുതായി ഒന്നും ചിന്തിക്കാതെ പത്രോസ് മറുപടി പറയുകയാണ്.
എന്നാൽ മൂന്നാമത്തെ യേശുവിൻ്റെ ചോദ്യത്തിന് മുൻപിൽ പത്രോസ് പറയുന്നു, നാഥ, നീ എല്ലാം അറിയുന്നു. സത്യം പറഞ്ഞാൽ ആദ്യത്തെ നമ്മളോട് യേശു ചോദിച്ചാൽ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ നമ്മൾ പറയുന്ന മറുപടി ഇതായിരിക്കും, കർത്താവേ, നീ അറിയുന്നു. കാരണം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പറയേണ്ടത് ഈ ലോകത്തെ വേറെ ആരുമല്ല, ഈ ലോകത്തെ മറ്റാരുമല്ല, നമ്മുടെ പാസ്റ്ററല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ സുഹൃത്തുക്കളല്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെന്ന് പറയണമെങ്കിൽ ആ വ്യക്തി എന്നോടാണത് പറയേണ്ടത്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ മറ്റാരേക്കാൾ യേശു നമ്മളോട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. എൻ്റെ ജീവിതത്തിലും ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാനും നിങ്ങളിൽ പലരെ പോലെയും ജനിച്ചു വളർന്നത്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ചർച്ചുമൊക്കെയായി പ്രാർത്ഥന, ആരാധന, കൂട്ടായ്മകൾ, എല്ലാ ബന്ധവും ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിന് പോകുമായിരുന്നു, വാക്യങ്ങൾ പഠിക്കുമായിരുന്നു. പക്ഷേ അത് കേവലം മാതാപിതാക്കളുടെ ഒരു നിർബന്ധത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരുന്നു. അവർ പുഷ് ചെയ്യുന്നതനുസരിച്ച്, അവർ ഞായറാഴ്ച രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇന്ന് സൺഡേ സ്കൂൾ ഉണ്ടല്ലോ പോകണം എന്ന് പറഞ്ഞ് വഴക്കൊക്കെ പറഞ്ഞു വിടുന്ന ആ ഒരു സാഹചര്യം. ആ ഞായറാഴ്ചയുള്ള ആ ഒരു 3 മണിക്കൂർ അതായിരുന്നു യേശുവുമായുള്ള ബന്ധം. അതിനപ്പുറം എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പുമുള്ള ആ പ്രാർത്ഥന. എന്നാൽ എൻ്റെ +2 വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് യേശുവിന് എന്നെ വേണമെന്ന ഒരു ശബ്ദം എൻ്റെ ചെവിയിൽ ഞാൻ ആദ്യമായി കേൾക്കുന്നത്. ആ ശബ്ദമാണ് എൻ്റെ വഴിത്തിരിവിന് കാരണമായി തീർന്നത്. കാരണം ആ സമയം എന്നെ ഈ ലോകത്തിൽ ആർക്കും വേണ്ട എന്ന് ചിന്തിച്ച്, എൻ്റെ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ലെന്ന് ചിന്തിച്ച്, നമ്മൾ സ്നേഹിച്ചവരെല്ലാം നമ്മെ തള്ളിക്കളയുമെന്ന് മനസ്സിലാക്കി, കുടുംബത്തിൽ പോലും പലപ്പോഴും തള്ളപ്പെടുന്ന അവസ്ഥയിലും അവഗണിക്കപ്പെടുന്ന അവസ്ഥയിലും നിൽക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിയ സമയങ്ങൾ. എന്നാൽ ആ സമയത്താണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്ന് ഞാൻ ആ ശബ്ദം കേൾക്കുന്നത്. ഞാൻ ഇന്നെന്ന പോലെ അത് ഓർക്കുന്നു. ഈ ലോകത്തിൽ മറ്റാർക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന യേശുവിൻ്റെ ശബ്ദം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന യേശുവിൻ്റെ ശബ്ദം. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നമുക്ക് സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മനുഷ്യൻ പലതിന് പുറകെയും ഓടുന്നത് സ്നേഹത്തിനു വേണ്ടിയാണ്, ഒന്ന് സന്തോഷിക്കാൻ വേണ്ടിയാണ്, ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിയാണ്, ആ ഫ്രസ്ട്രേഷനിൽ നിന്നൊക്കെ ഒന്ന് പുറത്തു വരാൻ വേണ്ടിയാണ്. അതിന് നമ്മുടെ പ്രായത്തിലുള്ള യൗവനക്കാർ പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട്. ബിക്കോസ് വൈ ആർ ദേ ട്രൈങ് ഓൾ ദീസ് സ്റ്റഫ്സ്? ഇതെല്ലാം അവർ ട്രൈ ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ അവർക്കറിയത്തില്ല എന്തിൽ നിന്നാണ് യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ സമാധാനം അവർക്ക് ലഭിക്കുന്നതെന്ന്. ബട്ട് ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന അളവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടി നൽകുവാൻ ഒരുവന് കഴിയും. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. ജീവിതത്തിലെ വേദനകൾ, പ്രയാസങ്ങൾ ഒക്കെ അത് യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുമ്പോഴും അതിനിടയിലും നമ്മെ കരുതുവാൻ, നമ്മെ നടത്തുവാൻ, നമുക്ക് പറയാനുള്ളത് കേൾക്കാൻ, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ആർക്കും നമ്മൾ പറയാനുള്ളത് കേൾക്കാൻ സമയമില്ല. പക്ഷെ എന്തും പറയാൻ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ അവനോടൊന്ന് സംസാരിക്കാൻ ഹീ ഈസ് അവൈലബിൾ, ഹീ ഈസ് റെഡി. ഈ ലോകത്ത് തിരക്കില്ലാത്ത ഒറ്റയാളേ ഉള്ളൂ, അത് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന കർത്താവാണ്. പക്ഷെ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരാളുമായി ഒരു അപ്പോയിൻമെൻറ്റ് ഇതുവരെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ യേശു കർത്താവ് ആഗ്രഹിക്കുന്ന ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ചിലവഴിക്കുവാൻ. ഈ സത്യം തിരിച്ചറിഞ്ഞവരാണ് 84-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്ന കോരഹപുത്രന്മാർ. അവരുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയ സൂത്രവാക്യമുണ്ട്.
നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് സൂത്രവാക്യങ്ങൾ. 84 സങ്കീർത്തനം അതിൻ്റെ 10 വാക്യത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ വിളിച്ചു പറയുന്ന ഒരു സൂത്രവാക്യം ഇതാണ്: യഹോവേ, നിന്റെ പ്രാകാരങ്ങളിലായിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ മനോഹരമാണ്, ഉത്തമമാണ്. ഈ സൂത്രവാക്യം മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതം വഴിത്തിരിയുകയാണ്. നിങ്ങളുടെ ജീവിതം ഇന്ന് രാത്രിയിൽ ഒരു വലിയ വിജയത്തിലേക്ക് തിരിയുകയാണ്. കാരണം നമ്മെ സന്തോഷിപ്പിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. ഞാൻ ജഡത്തിന്റെ സന്തോഷത്തെക്കുറിച്ചല്ല, പുറമേയുള്ള സന്തോഷത്തെക്കുറിച്ചല്ല പറയുന്നത്. ആത്മാവിലൊരു സന്തോഷം, ആത്മാവിലൊരു തൃപ്തി ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. കേവലം യേശുവിനെ അറിഞ്ഞു പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, മറിച്ച് ആ ഒരു ഇൻറ്റിമസിയിലേക്ക് വരാൻ, കർത്താവുമായുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് വരാൻ. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്നത് പോലെ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒന്നിനും കഴിയത്തില്ല. അതാണ് നമ്മൾ ആദ്യം പാടിയത്. ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങൾ വന്നാലും ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തും. ജീവിതത്തിലെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലെങ്കിലും കർത്താവിനെ വാഴ്ത്തും. കാരണം നാമും യേശുവുമായുള്ളത് കേവലം ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമല്ല, മറിച്ച് കാൽവറിയിൽ നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മോട് സ്നേഹം കാണിച്ചു. ആർക്കും കഴിയത്തില്ലത്. ആ സ്നേഹമാണ് നമ്മെ നടത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് മടങ്ങി വരാൻ താല്പര്യമെങ്കിൽ, കർത്താവിങ്കലേക്ക് ആ ഒരു ബന്ധത്തിലേക്ക് വരാൻ കഴിയുമെങ്കിൽ, നിന്റെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ നിന്നേക്കാൾ നന്നായി അറിയാവുന്നവനാണ് കർത്താവ്. നിന്റെ പ്രശ്നങ്ങൾ നീ പറയുന്നതിന് മുന്നമേ അതിൻ്റെ സൊല്യൂഷൻ പോലും നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു കർത്താവിൻ്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നീ ഇരുന്ന് പരാതിപ്പെടുന്നതെന്ന് ഓർക്കണം. മാറ്റിവെക്ക്, പരാതികളൊക്കെ മാറ്റിവെക്ക്, കർത്താവിങ്കിലേക്ക് അടുത്തു വാ. കമോൺ, ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. ഇത് ഞാൻ എക്സാജറേറ്റ് ചെയ്യുകയല്ല. അബ്രഹാമിനോട് ദൈവം അങ്ങനെ സംസാരിച്ചെന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു സ്നേഹിതനോട് എന്നതുപോലെ നമ്മോട് സംസാരിക്കുവാൻ അവന് കഴിയും. ഈ സ്നേഹത്തെ പ്രദർശിപ്പിക്കാൻ യേശു കാൽവറിയിൽ നമുക്ക് നൽകിയ സ്നേഹം പ്രദർശിപ്പിക്കപ്പെടുന്നത് നമ്മിലൂടെയാണ്. ആ സ്നേഹത്തെ പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത് നമ്മളാണ്. ആ സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കേണ്ടത് നാമാണ്. ആ സ്നേഹമാണ് സത്യമെന്ന് പ്രൂവ് ചെയ്യേണ്ടത് നമ്മളാണ്. അങ്ങനെയെങ്കിൽ അതിനുവേണ്ടി നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? എത്ര പേര് ആ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു? ആ ബന്ധമൊന്ന് റിസ്റ്റോർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ജീസസ്, ജീസസ്, ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ജീസസ്. നമ്മുടെ പദ്ധതികളൊക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം. മറിച്ച് നമുക്ക് അവനോട് ചോദിക്കാം, കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒന്ന് നയിക്കണമേ. ഞങ്ങൾ പോകേണ്ട വഴി അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തരണേ. അങ്ങയുടെ ശബ്ദം ഞങ്ങളുടെ ചെവികളിൽ മുഴങ്ങട്ടെ. ഒരുപാട് ഐഡിയകളും ഒരുപാട് അഭിപ്രായങ്ങളും ഒക്കെ നിൽക്കുമ്പോൾ അതിനിടയിലും അങ്ങയുടെ ഹിതമൊന്നറിയാം. കാരണം ഞങ്ങൾക്കറിയാം അങ്ങയുടെ പദ്ധതികൾ അത് ഞങ്ങളുടെ തകർച്ചയ്ക്കല്ല, അത് ഞങ്ങളുടെ അനുഗ്രഹത്തിനാണ്. കർത്താവേ, അത് ഞങ്ങൾ റിസീവ് ചെയ്യുന്നു. ജീസസ്. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു.
നിൻഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. കമോൺ, സമർപ്പണത്തോടെ വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. To do your will, God. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. എന്നെ വിളിച്ചിടും വേല ചെയ്തിടാൻ ലോകമെങ്ങും നിൻ സാക്ഷിയായി. മറ്റൊന്നിനും വിട്ടുകൊടുക്കാതെ, ഈ ലോകത്തിന് നമ്മെ വിട്ടുകൊടുക്കാതെ, പാപത്തിന് നമ്മെ വിട്ടുകൊടുക്കാതെ, നമ്മെ തന്നോട് ചേർത്തു പിടിക്കുന്ന ആ സ്നേഹത്തിൽ ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തെ ഒന്ന് റിസീവ് ചെയ്യുമോ? ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ രോഗത്തിനോ ആപത്തിനോ ഈ ലോകത്തിനുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനാലും കഴിയില്ല. ഓ അതുകൊണ്ട് നമുക്ക് ചേർന്ന് പാടാം. വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവത്തിൽ ചാരിടും ഞാൻ. എത്ര പേർ ആഗ്രഹിക്കുന്നു? ചേർന്ന് പാടുമോ? വേർപിരിയില്ലിനി ഞാൻ എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവത്തിൽ ചാരിടും ഞാൻ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ
നീയാൽ എന്നെ നിറച്ചിടുക, വിശ്വസ്തനായിടുവാൻ നിൻ കരങ്ങളിൽ നൽകിടുന്നു. നിൻ ഹിതം ചെയ്തിടുവാൻ അഗ്നിയാൽ എന്നെ നിറച്ചിടുക. പ്രിയ സ്നേഹിതരെ, കർത്താവിന് വേണ്ടത് വിശ്വസ്തന്മാരെയാണ്, വിശ്വസ്തമതികളെയാണ്. നമ്മുടെ കഴിവുകളൊന്നുമല്ല കർത്താവ് നോക്കുന്നത്, പക്ഷെ നമ്മുടെ വിശ്വസ്തത. കർത്താവിന് വേണ്ടി നമുക്കൊന്ന് വിശ്വസ്തരാകാൻ കഴിയുമോ? എന്താണ് വിശ്വസ്തരാകുക? മറ്റൊന്നുമല്ല, അവന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാകുക എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ യേശുവിന് വിശ്വസിച്ച് നിനക്ക് ചിലത് ഏൽപ്പിക്കുവാൻ, വിശ്വസിച്ച് നിനക്ക് ചിലത് കൈമാറുവാൻ, വിശ്വസ്തനായി തീരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവന് കൊടുത്താൽ, അവനെ അതേൽപ്പിച്ചാൽ അവനത് ഭംഗിയായി ചെയ്യുമെന്നും ദൈവരാജ്യത്തിനു മഹത്വം ഉണ്ടാകുമെന്നും എൻ്റെ കർത്താവിന് മനസ്സിലായാൽ പിന്നെ രണ്ടാമത് ആരോടും ആലോചന ചോദിക്കാൻ അവൻ നിൽക്കത്തില്ല. അഭിഷേകത്തിൻ്റെ തൈലം നിന്റെ തലയിൽ വീഴും. അതാരും ആമേൻ അവിടെ ഉണ്ടെങ്കിലും ആരവിടെ ഇല്ലെങ്കിലും ദാവീദിനു വേണ്ടി ശമൂവേൽ തൈലക്കൊമ്പുമായി കാത്തിരുന്നത് പോലെ നീ വരുന്നതുവരെയും നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ അവൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ അവന് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായി ഒന്ന് മാറുവാൻ കഴിയുമോ? കമോൺ പ്രിയ സുഹൃത്തെ, നമ്മളെല്ലാവരും ഈ ലോകത്തിൽ പല ട്രെൻഡുകൾ ഫോളോ ചെയ്യാറുണ്ട്. പലപ്പോഴും ട്രെൻഡുകൾ ഉണ്ടാകുന്നത് ഒരു കൂട്ടം പേര് ഒരു സ്റ്റൈൽ ഫോളോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരുത്തൻ വ്യത്യസ്തമായി ഒന്ന് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവരെല്ലാം അവനെ നോക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ എല്ലാവരും ഇറ്റ്സ് ഓക്കെ ഈ ലോകത്തെ ഫോളോ ചെയ്തു പോകുമ്പോൾ, മറ്റൊന്നും ചിന്തിക്കാതെ പോകുമ്പോൾ, അവർക്കിടയിൽ നിന്നൊന്ന് തിരിഞ്ഞു നടക്കുവാൻ, കർത്താവിന് വേണ്ടി ഒന്ന് നടക്കാൻ, ഒന്ന് തിരിയാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെ കണ്ട് 1000 പേർ തിരിയും കർത്താവിങ്കലേക്ക്. അങ്ങനെയെങ്കിൽ ചിലത് വിടേണ്ട വരും, ചിലത് ത്യജിക്കേണ്ടി വരും. ചിലർ നിങ്ങൾക്ക് നഷ്ടമായി പോയേക്കാം, ചില സുഖങ്ങൾ നിങ്ങൾ വിടേണ്ടി വരും. പക്ഷേ കർത്താവിൻ്റെ നാമ മഹത്വത്തിനായി നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവിങ്കിലേക്ക് ഒന്ന് തിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ ഒരു വിളി നിങ്ങളെക്കുറിച്ചുണ്ട്. ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഈ തലമുറയിൽ നിഷ്കളങ്കരായി നടക്കുന്ന ഒരു നോഹയെ അവൻ തിരയുന്നുണ്ട്. അതിന്ന് രാത്രി ഞാനായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? ആ സമർപ്പണത്തോടെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി ആ കർത്താവിനെ നമുക്ക് പാടി സ്തുതിക്കാം. സകല മാനവും മഹത്വവും അവൻ ഒരിക്കൽ കൂടി നമുക്ക് നൽകാം. ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. പത്മോസിൻ ദ്വീപിൽ ഞാൻ ഏകനായാലും തീച്ചൂളയിൻ മധ്യയായിടിലും. പത്മോസിൻ ദ്വീപിൽ ഞാൻ ഏകനായാലും തീച്ചൂളയിൻ മധ്യയായിടിലും. കൂട്ടിനായി വന്നിടും, കൂടെ നടന്നിടും, മാർവോട് ചേർത്തെന്നെ അണച്ചിടും.
കൂട്ടിനായി വന്നിടും, കൂടെ നടന്നിടും, മാർവോടു ചേർത്തന്നെ അണച്ചിടും. യേശുനാഥ നടത്തിയിടും എൻ്റെ യേശുനാഥ, നടത്തിയിടും എൻ്റെ യേശുനാഥ, നടത്തിയിടും എൻ്റെ യേശുനാഥ.